ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ജോഫ്രിൻ പി ജോസഫ്. ഞാൻ കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് ആയിരിക്കുന്നു. ഈ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ 38 വർഷം ദീനം പിടിച്ചൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. 38 വർഷം രോഗം പിടിച്ച ഇദ്ദേഹം തൻ്റെ ഭവനത്തിലല്ല താമസിക്കുന്നത്, താനൊരു വൈദ്യശാലയിലല്ല തൻ്റെ താമസം, മറിച്ച് ബെഥെസ്ദ എന്ന കുളത്തിൻ്റെ കരയിലാണ് ഇദ്ദേഹം വാസം ചെയ്യുന്നത്, അല്ലെങ്കിൽ താമസിക്കുന്നത്. എന്നാൽ ഈ ബെഥെസ്ദ എന്ന കുളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ കുളം ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഓരോ ദിവസവും ഈ കുളം വന്ന് കലക്കും. ഈ കുളത്തിൽ ആര് ആദ്യം ഇറങ്ങുന്നു അവന് സൗഖ്യം വരും. അതേത് വിധമാകുന്ന രോഗമായിക്കോട്ടെ, ആ രോഗത്തിന് സൗഖ്യം വരും. അങ്ങനെ ദൂതൻ്റെ വരവും കാത്ത് കുറേ രോഗികൾ, ക്ഷയരോഗികൾ, വ്യാധിക്കാർ, മുടന്തർ, അതുപോലെ തന്നെ അങ്ങനെ ഒരു ഒട്ടനവധി ആൾക്കാർ ഇങ്ങനെ ദൂതൻ്റെ വരവും കാത്തിരിക്കുന്ന ഒരു കുളമാണ് ഈ ബെഥെസ്ദ കുളം. എന്നാൽ യേശു കർത്താവ് ഇവിടെ സന്ദർശിച്ചു. അങ്ങനെ യേശു കർത്താവ്, ഒട്ടനവധി ആൾക്കാർ ഇങ്ങനെയുണ്ട്, അവിടെ രോഗം പിടിച്ചു കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ യേശു ചെന്നത് 38 വർഷം ദീനമായി കിടക്കുന്ന ഈ രോഗിയുടെ അടുക്കിലേക്കാണ്. എന്നിട്ട് യേശു കർത്താവ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആഗ്രഹത്തോടെ ഒരു വിധത്തിൽ ഞാൻ അവിടെ കുളത്തിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുത്തൻ അതിലേക്ക് ഇറങ്ങും. അങ്ങനെ പലവട്ടം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കവിടെ ആ കുളത്തിലേക്ക് ഇറങ്ങുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 38 വർഷമായി. ഇദ്ദേഹത്തിൻ്റെ രോഗം നമുക്കും മനസ്സിലാകും. എന്താണ് ഇദ്ദേഹത്തിൻ്റെ അസുഖം? തനിക്ക് സ്വയമേ എഴുന്നേറ്റ് നടക്കാനുള്ളതായ ശേഷിക്കോ ബലമോ അദ്ദേഹത്തിനില്ല. അതുകൂടാതെ തനിക്ക് മറ്റൊരാഗ്രഹം കൂടിയുണ്ട്. തന്നെ ആരെങ്കിലും കരുണ തോന്നി, ആരെങ്കിലും എന്നെ കൊണ്ട് അവിടെ കൊണ്ട് ഇടും എന്നല്ലെങ്കിൽ ആ കുളത്തിൻ്റെ അവിടെ ആ കുളത്തിലേക്ക് എന്നെ ഇറക്കും എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചു. ആ ആഗ്രഹവും അവിടെ സഫലമായില്ല. കാരണം ഓരോരുത്തർക്കും അവനവൻ്റെ ആവശ്യമാണ് വലുത്. മറ്റുള്ളവരെ അവിടെ പരിഗണനയില്ല. എന്നാൽ യേശു കർത്താവ് അദ്ദേഹത്തോട് ഒരു വാക്ക് പറഞ്ഞു, നീ സൗഖ്യമാകുക എന്നല്ല, നിന്റെ കിടക്ക എടുത്ത് എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്കിൽ തന്നെ 38 വർഷം ദീനം പിടിച്ചവന് സൗഖ്യം വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് വേണ്ടി പലരും സംസാരിക്കും, നമ്മളെ പലരും കൊണ്ടുപോകും, അവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ആരെ കണ്ടും ജീവിക്കരുത്. അവരൊക്കെ ഒരു പക്ഷേ നമ്മളെ മറന്നുകളയും, ഒരു പക്ഷെ നമ്മളെ ഓർത്തില്ല എന്ന് വരും. പക്ഷേ നാം ഓർക്കുക, നമ്മെ ഓർക്കുകയും നമ്മെ തേടി വരികയും നമ്മൾ പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മളെ ദിനം പ്രതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം തൻ്റെതായ ബലഹീനത, തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ യേശു കർത്താവിനോട് പറഞ്ഞു. എന്നാൽ അവിടെ യേശു കർത്താവ് അത് കേട്ടിട്ട്, നീ സൗഖ്യമാകുക എന്നല്ല, നിന്റെ കിടക്ക് എഴുന്നേറ്റ് എടുത്ത് നീ നടക്കുക. നിന്നിൽ തന്നെ ആ ഒരു വിശ്വാസം, നിന്നെ തന്നെ സൗഖ്യമായെന്നുള്ള ബോധ്യം വരണമെങ്കിൽ നീ എഴുന്നേൽക്കണം. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ വിഷയങ്ങൾക്ക് നടുവിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾക്ക് അതിൻ്റെ നടുവിൽ നമ്മൾ തന്നെ എഴുന്നേൽക്കണം. നമ്മൾ തന്നെ അതിനോട് പറയണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാകുന്ന നമുക്ക് അപ്പൻ്റെ എല്ലാ അധികാരവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അധികാരത്തിൽ നമ്മുടെ വിഷയങ്ങളെ നോക്കി നമുക്ക് പറയാൻ കഴിയണം. പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ അതിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ, അതിൻ്റെ വിടുതൽ കാണുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ ആ വിശ്വാസത്തിൽ നിൽപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.